അപ്പോൾ ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റിയിലുള്ള കാര്യങ്ങളല്ല എന്നാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. കുട്ടികളുടെ സ്കോളർഷിപ്പ്, കുട്ടികളുടെ പഠനാവശ്യത്തിനുള്ള കാര്യങ്ങൾ, ഭവന നിർമ്മാണ പദ്ധതി, ഭൂരഹിതർക്കുള്ള പദ്ധതി, ഇ ഗ്രാൻസ്, ഇതെല്ലാം, അതുപോലെ നമ്മുടെ കാരുണ്യ പദ്ധതി, ആശുപത്രികളിലെ സൗജന്യ ചികിത്സയെക്കുറിച്ച് അഭിമാനിക്കുക. കാരുണ്യ പദ്ധതി എത്ര ഭംഗിയായിട്ട് ഈ സ്റ്റേറ്റിൽ നടന്നിരുന്നതാണ്. ആ കാരുണ്യ പദ്ധതിയിൽ 1800 കോടിയോളം രൂപ ഗവൺമെൻറ് കൊടുക്കാനുണ്ട്. മരുന്ന് ഇല്ല ആശുപത്രികളിൽ, കാരണം മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വലിയ ബാധ്യതയാണ് സർക്കാരുള്ളത്. അപ്പോൾ ഈ വർഷം വെച്ചിരിക്കുന്ന പൈസ കഴിഞ്ഞ വർഷത്തെ ബാധ്യത തീർക്കാൻ പോലുള്ള പൈസ ഇല്ല. അപ്പം ഡിസ്ഫങ്ക്റ്റാവും, ഗവൺമെൻറ് ഡിസ്ഫങ്ക്റ്റാവുന്ന, പ്രവർത്തന നിരതമല്ലാതാവുന്ന, പ്രവർത്തിക്കാത്ത ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിലേക്ക് പോവാണ് ഫൈനൽ ഇയറിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഫെയർവെൽ ബജറ്റാണ്, ഗുഡ് ബൈ പറഞ്ഞ് പോകുന്ന ബജറ്റാണ്. കേരളത്തെ ദുരന്തത്തിൻ്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോകുന്ന പോക്കാണ്.